ഹായ് ഫ്രണ്ട്സ്. അപ്പോഴേ ഞാൻ ഇന്ന് കുറച്ച് മുട്ട കൊണ്ടാട്ടോ വന്നേക്കുന്നത്. നമുക്കൊരു 5-10 മിനിറ്റിലൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. മുട്ട വെച്ച് കാണിക്കാൻ ചോറിനോടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അപ്പൊ വായോ. അപ്പൊ നമ്മൾ ഇത് എന്താ ഉണ്ടാക്കുന്നത് പറ. മുട്ടക്കറി. അപ്പൊ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം. ഈ ഒരു മുട്ടക്കറി ഇടയ്ക്ക് വെച്ച് ഭയങ്കര വൈറലായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ മാത്രം ഇത് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ഞാനിത് ആദ്യമായിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. എന്നാൽ പിന്നെ ഒരു വീഡിയോ കൂടെ എടുത്തേക്കാന്ന് കരുതി വീഡിയോ എടുത്തതാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോഴേ ഒരു കാര്യം പറയാനങ്ങ് മറന്നുപോയി. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ദാണ്ട് ഞാനൊരു 3 മുട്ട എടുത്ത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ്ട് ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുക്കറിൽ ഒരൊറ്റ വിസിലൊക്കെ വേവിച്ചെടുക്കാൻ വേണമെങ്കിൽ ഇനി നമുക്ക് ആ മുട്ട പുഴുങ്ങിയത് കൊണ്ട് മാറ്റി വെച്ചിട്ട് ഒരു ബൗളൊന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പോളം പുളി ഇല്ലാത്ത തൈര് നോക്കി ചേർക്കണേ. ഇനി അതിലേക്ക് ആ തൈരിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിന്റെ ആ ഒരു കട്ടകളൊക്കെ ഇതുപോലെ ഒന്ന് അടിച്ച് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കുഞ്ഞു സവാള എടുത്ത് നല്ല സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കി ചോറ് കഴിക്കണമെങ്കിൽ ഇത് ഉണ്ടാക്കിയാൽ മതി. സിമ്പിൾ പരിപാടിയാണ്, പക്ഷെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പൊ അതാണ്ട് ഞാൻ മുട്ട പുഴുങ്ങിയതൊക്കെ അതിന്റെ തോടൊക്കെ കളഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നും രണ്ടായിട്ടാട്ടോ കട്ട് ചെയ്ത് ഇടുന്നത്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഉണ്ടാക്കുന്നതിന് മുന്നേ വരെ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാവുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് അഭിപ്രായം പറഞ്ഞു തരാം. ദാണ്ടെ 3 മുട്ട ഞാനൊന്ന് മുറിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പരിപാടി ഒന്നുമില്ല, ഒരു ചെറിയ താളിപ്പും കൂടെ ഉള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു അര ടീസ്പൂണൊക്കെ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം കറിവേപ്പില ചേർത്തോണേ. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കറിവേപ്പില ചേർത്തില്ല. എനിക്ക് കുറച്ച് ക്ഷാമം കേട്ടോ കറിവേപ്പില കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി ഇതിലേക്ക് കടുകൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം ആ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണൊക്കെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്കിത് ചൂടോടെ കൂടി തന്നെ നമ്മുടെ ആ ഒരു മുട്ടയുടെ മിക്സിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നല്ലപോലെ അങ്ങോട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. എന്ത് സിമ്പിള് പരിപാടിയാന്ന് നോക്കിക്കേ. ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. അപ്പൊ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പൊ എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇനി ചേർക്കുന്നില്ല. അപ്പൊ പരിപാടി ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്, നല്ല ക്രീമിയാണ് കേട്ടോ. അപ്പോഴ് ഇനി ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെ വെച്ച് അങ്ങോട്ട് കഴിച്ചു നോക്കിയാലോ. അപ്പൊ എൻ്റെ കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ എൻ്റെ മോനും ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എന്താണ് നല്ല ചൂട് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ പുറത്തോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് കഴിച്ചാലോ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ, അടിപൊളിയാണ്. എൻ്റെ മോൻ വന്നിട്ടുണ്ട് കേട്ടോ, അവനോട് കൊടുക്കാം. പനി പിടിച്ചിരിക്കുവായിരുന്നു ആശാൻ, അതുകൊണ്ട് ഇന്ന് സ്കൂളിൽ വിട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അവനും കൂടെ കൊടുക്കുകയാണ്. അവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ആക്കാൻ മറക്കണ്ട കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കണ്ട. അപ്പൊ ഇനി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.